പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു ബാത്റൂം ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു അടിപൊളി സൊല്യൂഷൻ കൊണ്ടാണ് ഈ ബാത്റൂം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഒരുപാട് തേക്കോ ഒരക്കോ ഒന്നും ചെയ്ത് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഈ സൊല്യൂഷൻ എല്ലായിടത്തുനിന്ന് തേച്ചതിന് ശേഷം ഒന്ന് വെള്ളമൊഴിച്ച് വിട്ടാൽ മതി. നമുക്ക് ബാത്റൂമൊക്കെ നല്ല പോലെ ക്ലീനായി കിട്ടും. പിന്നെ ബാത്റൂം എപ്പോഴും നല്ല സുഗന്ധത്തോടെയും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനുള്ളൊരു അടിപൊളി ടിപ്പ് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിതവിടെ ആദ്യം തന്നെ സൊല്യൂഷനാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ലിക്വിഡാണ്. ഞാനിപ്പോൾ വാഷിംഗ് മെഷീനിൽ നമ്മൾ തുണി അലക്കാൻ ഉപയോഗിക്കുമല്ലോ, ആ ഒരു ലിക്വിഡാണ് ചേർത്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് ഇതിലേക്ക് പാത്രം കഴുകുന്ന ലിക്വിഡായാലും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇനി ചേർത്ത് കൊടുക്കുന്നത് കംഫർട്ടാണ്. കംഫർട്ടും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്നിൻ്റെയും അളവ് പറയുന്നില്ല. നമുക്ക് ബാത്റൂമിലൊക്കെ എത്രത്തോളം കറയുണ്ടോ അതിനനുസരിച്ച് ഓരോന്നിൻ്റെയും അളവൊക്കെ കൂട്ടിയും കുറച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ കുറച്ച് ലൂസായിട്ട് കിട്ടും. ഞാൻ ഈ സൊല്യൂഷന് ബാത്റൂമിൽ കൂടുതൽ കറ പിടിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തൊക്കെ മാത്രമേ ആക്കി കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ സാധാരണ തേച്ച് കഴുകിയെടുക്കുമ്പോൾ തന്നെ കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് ക്ലോസറ്റിലും ടാപ്പിലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് തേച്ച് കൊടുക്കുന്നത്. പിന്നെ ബാത്റൂമിലെ ചുമരിലൊന്നും ഒരുപാട് കറയൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ ഞാൻ സാധാരണ കഴുകുന്ന പോലെ തന്നെ കഴുകിയെടുക്കുന്നുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ചുമരിലും ഫ്ലോറിലൊക്കെ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഒരു സൊല്യൂഷൻ തേച്ച് കൊടുത്തതിന് ശേഷം കഴുകിയെടുക്കട്ടോ. നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ക്ലോസറ്റിൻ്റെ ഉൾഭാഗത്തേക്ക് സൊല്യൂഷൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലോസറ്റിൻ്റെ പുറം ഭാഗത്ത് സൊല്യൂഷനിൽ ഒരു ചകിരി മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് എല്ലാ സ്ഥലത്തും സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. സൊല്യൂഷൻ എല്ലാ ഭാഗത്തേക്കൊന്നും ആയി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അതാ ക്ലോസറ്റിൻ്റെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് തന്നെ കറ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ സൊല്യൂഷൻ നന്നായിട്ട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ ടാപ്പുകളിലൊക്കെ ഞാനിതാ സൊല്യൂഷൻ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ സൊല്യൂഷൻ എല്ലായിടത്തും തേച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാത്റൂം കഴുകിയെടുത്താൽ മതി. ഇതിലൊക്കെ ഒന്ന് പിടിക്കണം കേട്ടോ. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉരച്ച് ഒന്നങ്ങ് വെള്ളമൊഴിച്ച് വിട്ടാൽ മതി. നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും. അപ്പോൾ ഞാൻ ഒരുപാട് കറയുള്ള സ്ഥലത്തൊക്കെ സൊല്യൂഷൻ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ബാത്റൂം ക്ലീനിങ് ഒക്കെ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഞാൻ ബാത്റൂമിൻ്റെ ഫ്ലോർ ആണെങ്കിലും വാൾ ടൈലാണെങ്കിലും ഒക്കെ സെബീന പൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കഴുകിയെടുക്കാറുള്ളത്. പിന്നെ ഇതുപോലുള്ളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ബാത്റൂമിൻ്റെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്തെടുക്കാറുള്ളത്. നടുവേദനയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു ബ്രഷാണ് കേട്ടോ ഇത്. അപ്പോൾ ബാത്റൂമിൻ്റെ ചുമരും ഫ്ലോറൊക്കെ ഞാൻ സെബിനാപ്പൊടി ഉപയോഗിച്ച് തേച്ചുരച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ടിട്ട് നമ്മുടെ സൊല്യൂഷൻ തേച്ചിട്ട ഭാഗത്തൊക്കെ സൊല്യൂഷൻ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ളൊരു സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ സൊല്യൂഷൻ തേച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഒന്ന് വെള്ളമൊഴിച്ച് വിട്ടാൽ മതി. നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടുന്നുണ്ട്. ഇതായത് കണ്ടില്ല, ഈ ഒരു ഭാഗത്തൊക്കെ നല്ല പോലെ തന്നെ കറ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഒരുപാടൊന്നും തേച്ചുരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനിതാ ക്ലോസറ്റിൻ്റെ ഉൾഭാഗമൊക്കെ ഇതുപോലൊരു ബ്രഷ് ഉപയോഗിച്ച് ഒന്നങ്ങ് ഉരച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഉരച്ച് കൊടുത്ത ശേഷം ഒന്ന് ഫ്ലഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ സൊല്യൂഷനിൽ കംഫർട്ടൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ബാത്റൂമിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ലും ആയിരിക്കും. അപ്പോൾ എല്ലാ ഭാഗവും ഞാൻ നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ബക്കറ്റും കപ്പൊക്കെ പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കുമല്ലോ. അതൊക്കെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് കുറച്ചുകൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് തേച്ച് കഴുകി എടുക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും.
ഇപ്പോൾ ദാ നമ്മുടെ ബാത്റൂമൊക്കെ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാത്റൂം എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാനും എപ്പോഴും നല്ലൊരു സ്മെല്ലൊക്കെ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു ടിപ്പ് കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കംഫർട്ട് കൂടെ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം അതിൻ്റെ അടപ്പ് നമുക്ക് ഇതുപോലൊരു പപ്പടക്കോലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ അടപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് അടപ്പിട്ട് ബാത്റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബാത്റൂമിൽ എപ്പോൾ കയറിയാലും നല്ലൊരു സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ ബാത്റൂം എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ഇത് ബാത്റൂമിൻ്റെ ജനലിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.